ഹായ് ഹലോ കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവരും വരിക. ഞാൻ കപ്പ അവിക്കാൻ പോവുകയാണ്, പുഴുങ്ങാൻ പോവുകയാണ്. നല്ല ചീനി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കപ്പ നന്നായിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം. എല്ലാവരും വായോ. ഹായ് ഹലോ കൂട്ടുകാരെ, കപ്പ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. പക്ഷേ വേഗം ഒത്തിരി താമസം എടുക്കുമെന്ന് തോന്നുന്നു. താമസം എടുക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് ഉള്ളി, പച്ചമുളക്, ഉപ്പ്, ശകലം പുളി കൂടിപ്പോവരുത്, അതൊന്ന് ചതച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ അതിലേക്ക് ചാരിച്ച് കുഴച്ച് നമുക്ക് എടുക്കാം, കപ്പയിലൂടെ കൂട്ടാൻ കഴിക്കാനായിട്ട്. ഓക്കെ. ഹലോ കൂട്ടുകാരെ, എൻ്റെ കപ്പ 2 വെള്ളം ഊറ്റിയാണ് ഞാൻ എടുത്തത്. നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കടുവറുത്ത് കപ്പ അതിലേക്ക് തട്ടിയിടാം. വാ. ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി കഴിഞ്ഞിട്ടില്ല. ഉള്ളി ഇട്ട് കൊടുക്കാം. വറ്റൽ മുളകിടാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഹലോ കൂട്ടുകാരെ, എൻ്റെ കടുക് വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഹലോ കൂട്ടുകാരെ, എൻ്റെ കപ്പ പുഴുങ്ങിയത് നന്നായിട്ടുണ്ട്. അടിപൊളി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ 2 വെള്ളം തിളപ്പിച്ച് ഊറ്റി. കാരണം ഇപ്പോഴത്തെ കപ്പയെല്ലാം കയർപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 വെള്ളം ഞാൻ തിളപ്പിച്ച് നന്നായി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ട് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് പോയി നമ്മുടെ ഇതിൻ്റെ കൂടെ കഴിയാനുള്ള കൂട്ട് റെഡിയാക്കി കൊണ്ടുവരാം. ഹലോ കൂട്ടുകാരെ, നമുക്ക് കപ്പയുടെ കൂടെ കഴിക്കാനായിട്ട് പച്ചമുളക്, സവാള, 2 ചെറിയ ഉള്ളി, ഉപ്പ്, പുളി എന്ന് പറയുന്നത് ഇത്രയേ എടുത്തിട്ടുള്ളൂ. പുളി അധികം പുളിപ്പ് വന്നാൽ കൊള്ളത്തില്ല. അപ്പോൾ ഇതൊരു മീഡിയം പരുവത്തിലിരിക്കും. ഇത് നമുക്കൊന്ന് ചതച്ച് കൊണ്ടുവരാം. എന്നിട്ട് നമുക്കിത് കപ്പയും കൂട്ടി ഒന്ന് കഴിക്കാം. ഹലോ കൂട്ടുകാരെ, നന്നായിട്ട് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ചുമയുണ്ട്, പനിയുമുണ്ട്. ഹലോ കൂട്ടുകാരെ, എൻ്റെ കപ്പ പുഴുങ്ങിയതും മുളകും ഉള്ളിയും എല്ലാം ഉടച്ചതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഉള്ളി, മുളക്, എണ്ണ, ഉപ്പ്, ശകലം പുളി ചതച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഈ കപ്പ ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എല്ലാവരും വായോ. കപ്പ മാത്രം ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇനി നമുക്ക് കപ്പയും ഈ കൂട്ടും കൂടെ ചേർത്ത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. സൂപ്പർ. ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത്.
ഹായ് ഹലോ കൂട്ടുകാരെ, എൻ്റെ കപ്പ കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി കഴിക്കുക. എല്ലാവർക്കും ഇത് അറിയാം എങ്കിലും ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വേണ്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.